കാസർകോട്ടെ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടക് നാപ്പോക്കുവിലെ PA സലീമാണ് അറസ്റ്റിലായത്. മോഷണമായിരുന്നു ലക്ഷ്യമെന്നാണ് പ്രതിയുടെ മൊഴി. കമ്മൽ മോഷ്ടിക്കുന്നതിനിടെ കുട്ടി ഉണരുമെന്ന് കരുതി തട്ടിക്കൊണ്ടുപോയി. ബഹളം വെച്ച കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് പ്രതിയുടെ മൊഴി. ദീപക് മലയമ്മ നമുക്കൊപ്പം എത്തുന്നു. ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. ഒരു കുഞ്ഞിനെയാണ് ഇങ്ങനെ കൊണ്ടുപോയി മോഷണമെന്നൊക്കെ പറയുന്നു. പക്ഷേ പീഡനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നുള്ള പ്രതി പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് വിശ്വസനീയമല്ലല്ലോ ദീപക്. സുജയ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 15-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം പ്രതി ആന്ധ്രാപ്രദേശിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഏതാണ്ട് 5 ടീമായി തിരിഞ്ഞുകൊണ്ടാണ് വിശദമായ അന്വേഷണം നടത്തിയത്. പ്രതി നേരത്തെ തന്നെ ഫോൺ ഉപയോഗിക്കുന്ന സ്വഭാവമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ട്രേസ് ചെയ്യാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ സുഹൃത്തുക്കളുമായി പല ഘട്ടത്തിൽ ഈ പ്രതി ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് PA സലീം എന്ന പ്രതിയിലേക്ക് പോലീസ് സംഘം എത്തുന്നത്. ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. മഫ്റ്റിയിലെത്തിയ സംഘം പ്രതിയെ പിടികൂടി. പിന്നീട് ഇന്നലെ കാസർഗോഡേക്ക് എത്തിച്ചു, ഹോസ്ദുർഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു. ആ ഘട്ടത്തിലാണ് ഈ പെൺകുട്ടിയെ ആ കുട്ടിയുടെ കമ്മൽ മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വീടിനകത്ത് നിന്ന് എടുത്തു കൊണ്ടുപോയത് എന്നുള്ള മൊഴി പ്രതി നൽകിയിരിക്കുന്നത്. അതായത് മോഷണം ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും തുടരും. ഇന്ന് ഹോസ്ദുർഗ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും സുജയ പറഞ്ഞതുപോലെ തന്നെ കേവലം മോഷണം മാത്രമാണ് ശ്രമമെങ്കിൽ പുലർച്ചെ ആ ഒരു സമയത്ത് വീട്ടിലേക്ക് എത്തുകയും കുട്ടിയെ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഏതാണ്ട് 100 മീറ്ററോളം അകലേക്ക് എടുത്തു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് എന്തിനാണ് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് പ്രതി നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് കുട്ടി ബഹളം വെച്ച് കരയുമെന്നുള്ളത് കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉണരുമെന്നുള്ളത് കണ്ടിട്ടാണ് കുട്ടി അവിടെ നിന്നും എടുത്തു കൊണ്ടുപോയത് എന്നാണ്. പക്ഷേ ഒരു ലൈംഗിക പീഡനം അടക്കമുള്ള കൃത്യത്തിലേക്ക് എന്തുകൊണ്ട് അങ്ങനെ കടക്കാനുള്ള സാഹചര്യം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ മോഷണവും അനുബന്ധ കാര്യങ്ങളും ആ മേഖലയിൽ പ്രതി നടത്തിയിട്ടുള്ള മറ്റ് ഇത്തരത്തിലുള്ള കവർച്ചകൾ ഒക്കെ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി തുടരുകയും ചെയ്യുന്നുണ്ട്. സുജയ, ഓക്കെ, കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.